സാർ നമ്മള് പ്രിലിംസ് എക്സാമിന്റെ ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞതിന് ശേഷം നമ്മള് എക്സാം സെന്റേഴ്സ് വിസിറ്റ് ചെയ്തപ്പോ നമ്മൾ പലതരത്തിലുള്ള കാഴ്ചകളാണ് കണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന കുട്ടികളെ കാണുന്നുണ്ട്, ചിരിച്ചുകൊണ്ട് വരുന്ന പിള്ളേരുണ്ടായിരുന്നു. ചിരിച്ചോണ്ട്, അതെനിക്ക് തോന്നുന്നു എക്സാം എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് ഗേജ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളായിരിക്കും ചിലപ്പോൾ ചിരിച്ചോണ്ട് ഇറങ്ങി വരുന്നത്. പാരന്റ്സ് ആയിട്ട് അടിയിടുന്ന കുട്ടികളെ കണ്ടു, പാരന്റ്സിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കുട്ടികളെ കണ്ടു. സോ ഇങ്ങനെയുള്ള പല കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ സാറിന് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് എന്താ പറയാനുള്ളത്? അത് ഈ പിള്ളേരെല്ലാം നല്ല പ്രതീക്ഷയോടെയാണല്ലോ ഒരു വർഷം പ്രിപ്പയർ ചെയ്യുന്നത്. മിക്കവാറും ആസ്പിറൻസ് സിവിൽ സർവീസിന് വരുമ്പോൾ കൂടുതൽ പേരും ആസ്പിറൻസ് സീരിയസ് ആണ്. അപ്പൊ അവര് ഒരു വർഷം നല്ല എഫേർട്ട് ഇട്ടിട്ടും ഒക്കെ ആണ് വരുന്നതല്ലോ. സോ അതിൽ നിന്ന് റിസൾട്ട് കാണുന്നില്ല എന്നുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമമാണ്. എക്സാം വാസ് വെരി ഡിഫിക്കൾട്ട്. GS1 വാസ് റിയലി ഡിഫിക്കൾട്ട്. ഡിഫറെന്റ് പാറ്റേൺ ആണ്, ക്വസ്റ്റ്യൻസിന്റെ ഡെപ്ത് കൂടി, പിന്നെ സാധാരണ ചോദിക്കാൻ സാധ്യതയില്ലാത്ത മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു. ഇതൊന്നും കുട്ടികൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആന്റിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതുണ്ട്, പക്ഷെ ആന്റിസിപ്പേറ്റ് ചെയ്യാതെയാണല്ലോ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് എങ്കിലും ഇതിലേക്ക് വരുന്നത്. ഇനി ഇത് കൂടാതെ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് കൊടുത്തിട്ടുള്ള 1, 2, 3 വർഷം ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് ഇൻഫാക്ട് ഒരുപക്ഷെ മെയിൻസ് ഒക്കെ എഴുതിയിട്ടുള്ള കുട്ടികളടക്കം ഈ അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ വളരെ വിഷമിച്ചിട്ടുണ്ടാവും. കാരണം എക്സാം അങ്ങനത്തെ ഒരു ഡിഫറൻസ് സാധനമായിരുന്നു ഈ വർഷത്തെ 26 എക്സാം. ഞാൻ അതിൻ്റെ അകത്തൊരു ആഡ് ഓൺ ചെയ്യാം. ഞാൻ പല കുട്ടികളോടും സംസാരിച്ചപ്പോ അവര് പറയുന്നത് ലക്ഷ്മികാന്തി എന്നൊരു ചോദ്യം ചോദിച്ചില്ല, ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ അങ്ങനെ വന്നില്ല, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ നിന്നും പ്രതീക്ഷിച്ച അത്രയും ചോദ്യം വന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഒരു UPSC പ്രിലിംസിന് ഓരോ സബ്ജക്ട്സിൽ നിന്നും ഇത്ര ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് UPSC ഒരു സ്ഥലത്തും പറയുന്നില്ലല്ലോ. നമ്മളത് കഴിഞ്ഞ പാറ്റേൺസ് വെച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നല്ലേ ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളത്. ആൻഡ് ഇപ്പോ ഓഫ് കോഴ്സ് ഇപ്പോ ലക്ഷ്മികാന്തി എന്നൊരു ചോദ്യം വരുന്നില്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മികാന്ത് സിലബസിലുണ്ടെന്ന് UPSC പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അത് ബേസിക്കലി അക്കാഡമീസ് ആണല്ലോ അങ്ങനെ ഒരു നറേഷൻ കൊണ്ടുവരുന്നത്. ലക്ഷ്മികാന്ത് വന്നിട്ടില്ല എന്ന്. ലക്ഷ്മികാന്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു എല്ലാം നമുക്ക് പറ്റുന്ന കുറെ കണ്ടന്റ് ഉള്ള ഒരു പുസ്തകമാണെന്നുള്ളതാണ്. ഇൻഫാക്ട് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുട്ടികളോട് ലക്ഷ്മികാന്ത് നിങ്ങൾ പഠിക്കണം, കാര്യം അതിനകത്ത് ഗ്യാപ്പ് ഇല്ലാതെ പഠിച്ച റിട്ടേൺസ് ഉണ്ടെന്ന്. അത് അവർ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെ. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഈ കുട്ടികൾ ഈ വിഷമിക്കുന്നതിനുള്ള റീസൺ അവർക്ക് ഇപ്പൊ പാസ്സായാൽ മാത്രമല്ല മെയിൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ അത് സ്വാഭാവികമാണ്. ഒരു വർഷം എഫർട്ട് ആള് കാര്യം ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ പറയുന്നത്. സോ സ്വാഭാവികമായിട്ട് അവർ വിഷമിക്കും, അവർ കരയും. ചില ആൾക്കാർക്ക് അത് മാനേജ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് അത് ചിരിക്കാൻ കഴിയും. ചില ആൾക്കാർക്ക് അത് ഓക്കെ അവർ നെക്സ്റ്റ് അറ്റംപ്റ്റ് നോക്കാം എന്നുള്ള ചിന്ത ഉണ്ടാവും. ചില ആൾക്കാർക്ക് ചില പ്രതീക്ഷ ഉണ്ടാവും, ഇത് ഞാൻ വിചാരിച്ചത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കുട്ടികളുണ്ടാവും. സോ അവർക്കിത് കുറച്ചും കൂടിയൊക്കെ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും. അങ്ങനെ പലതരത്തിലാണ് റെസ്പോൺസ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പാരന്റ്സ്, അതായത് നമ്മളിന്ന് നമ്മളെ കുട്ടികളെ കാണാനായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ കാണാനായിട്ട് എക്സാം സെന്റേഴ്സിൽ പോയിരുന്നല്ലോ. സോ ആ സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് പാരന്റ്സുമായിട്ട് കുട്ടികൾ വിഷമിക്കുന്നതും അതുപോലെ വഴക്ക് പറയുന്നതും. ഒരു കുട്ടിയുടെയൊക്കെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്തിരിക്കുന്നുണ്ടായിരുന്നു വഴക്കിട്ടിട്ട്. സോ അത് എനിക്ക് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് സ്ട്രെസ്സാണ്. പാരന്റ്സിന് ഒരിക്കലും എല്ലാ പാരന്റ്സും അല്ല, കുറെ പാരന്റ്സിന് പ്രതീക്ഷയുണ്ട് മക്കളുടെ കാര്യത്തിൽ. സോ അവരത് എഫേർട്ട് ഇടുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു. അതും അത്യാവശ്യം വലിയ എമൗണ്ട് ഫീസ് അടച്ചിട്ടാണല്ലോ, ഏകദേശം 1 ലക്ഷം രൂപയോളം ഫീസ് അടച്ചിട്ടാണല്ലോ PCM ബാച്ചിൽ കൊണ്ടാക്കുന്നത് കുട്ടികളെ. സോ ആ എമൗണ്ട് പേ ചെയ്തിട്ട് പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ പാരന്റ്സിന് സ്വാഭാവികമായിട്ട് ഒരു വിഷമം ഉണ്ടാവും. പക്ഷെ ഈ കുട്ടികൾ പഠിച്ചു തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റിയിലേക്ക് എത്താൻ അതിനൊരു സമയമെടുക്കും. ചില കുട്ടികൾക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം ഉണ്ടാവുന്നവരുണ്ട്, ചില ആൾക്കാർക്ക് ബേസ് തൊട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടാവും. ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ പഠിച്ചു തീരാൻ പറ്റാത്തത്രയും പഠിക്കേണ്ടതുണ്ടാവും ചില കുട്ടികൾക്ക്. എന്നാൽ ചില കുട്ടികൾ ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഇത് പാരന്റ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരെ ഒത്തിരി സ്ട്രെസ് ചെയ്തിട്ട് കാര്യമില്ല, അവർക്കത് ടൈം കൊടുക്കണം. ഈ ടൈം കൊടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ്. ബിക്കോസ് ഇത് ചെറിയൊരു പരീക്ഷ അല്ല, നല്ലൊരു ഇമ്പോർട്ടന്റ് എക്സാം ആണ്. പോളിസി ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ബ്യൂറോക്രാറ്റായി മാറേണ്ട ഒരു എക്സാം ആണ്. സോ അതിൻ്റെതായ വെയിറ്റേജ് തന്നെ കൊടുക്കണം. 2, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കുട്ടികളും പാരന്റ്സും തമ്മിൽ ആദ്യമേ വേണം. പാരന്റ്സിന് പ്രതീക്ഷ ഉണ്ടാകും. കുട്ടികൾ എന്നിട്ട് പറയും എനിക്ക് എക്സാം പാടായിരുന്നു എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ചില പാരന്റ്സിന് ബുദ്ധിമുട്ടായിരിക്കും. ചില പാരന്റ്സ് വളരെ ഹാപ്പി ആയിരിക്കും. സാരയിലുള്ള മോനെ അല്ലെങ്കിൽ സാരയുടെ മോളെ നമുക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കാമല്ലോ, നീ സമാധാനമായിട്ട് പഠിക്കുക. അങ്ങനെ പറയുന്ന ഒത്തിരി പാരന്റ്സ് ഉണ്ട്. ചില പാരന്റ്സ് പറയും നീ ഒന്നുകൂടെ പഠിച്ചിരുന്നെങ്കിൽ അത് കിട്ടുമായിരുന്നല്ലോ, നീ ഉറങ്ങിയ സമയത്ത് അല്ലെങ്കിൽ റീല് കണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുന്നവരും ഉണ്ട്. സോ ഇത് രണ്ടിനെ ഒരു ബാലൻസ് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു കുട്ടികൾ തന്നെയാണ് പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും ഈ എക്സാമിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും. ഇതിന്റെ ഓരോ കാര്യങ്ങളെ പറ്റിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റ്സ് ക്യാൻ ഓൾസോ ട്രാവൽ അലോങ് വിത്ത് ദി ചിൽഡ്രൻ. സോ ദാറ്റ് പിള്ളേർക്ക് കോൺഫിഡൻസ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കേണ്ടത് പാരന്റ്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ്
അവർ അക്കാഡമിയിലേക്ക് വരുന്നത് മെന്റേഴ്സും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇത് പാരന്റ്സും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വി നീഡ് സപ്പോർട്ട്. കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് വളരെ ക്രൂഷ്യലാണ് ഈ എക്സാം എന്നല്ല, ലൈഫിൽ ഏതൊരു ഡിസിഷൻ എടുക്കാനും ഫാമിലി സപ്പോർട്ട് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. സോ അത് എനിക്ക് ഈ എക്സാമിന് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇങ്ങനത്തെ ഒരു സാധനം. അല്ലാതെ തന്നെ പാരന്റൽ സ്ട്രഗിൾസിനെ പറ്റിയും കുട്ടികൾക്ക് വീട്ടിലുള്ള സ്ട്രഗിൾസിനെ പറ്റിയൊക്കെ നമ്മളോട് പറയാറുണ്ടെങ്കിലും ഇങ്ങനെ നേരിട്ട് വിറ്റ്നസ് ചെയ്തത് ഞാൻ ഈ വർഷമാണ്. അപ്പൊ അതാണ് ഒരു കാര്യം. രണ്ട്, സാറ് പറഞ്ഞ പോലെ ഈ എക്സാമിനെ പറ്റി അതിനകത്ത് ക്വാളിറ്റിയിലെ ലക്ഷ്മികാന്തിൽ നിന്ന് ചോദിക്കുന്ന UPSC പറഞ്ഞിട്ടില്ല. അതുപോലെ ഇന്ന കാര്യങ്ങളൊന്നും ചോദിച്ചു കൂടാ എന്ന് പറഞ്ഞിട്ടില്ല. പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട്, അതിനകത്തുനിന്ന് അവിടെ നിന്ന് ചോദിക്കാം. അതായത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇച്ചിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ്. പിന്നെ പലപ്പോഴും അക്കാഡമീസ് ആണ് ഈ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഒരു പേര് പറയുന്നത്. ശരിക്കും കറണ്ട് അഫയർ അല്ല, അവര് നോക്കുന്നത് നിങ്ങളുടെ നോളജിന്റെ ഒരു ആകെത്തുകയാണ്. അതിപ്പോ കണ്ടംപററി ഇഷ്യൂസും അതിനകത്ത് വരും. ഉദാഹരണത്തിന് ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം, ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന എൻവയോൺമെന്റിലെ എല്ലാ ആസ്പിറൻസും പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ക്യോട്ടോ പ്രോട്ടോകോൾ, ഗ്രീൻ ഹൗസ് എമിഷൻസിന്റെയും ഗ്ലോബൽ വാർമിംഗിന്റെ ഒക്കെ ഇഷ്യൂ അഡ്രസ് ചെയ്യുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ. സോ ഈ ക്യോട്ടോ പ്രോട്ടോകോളിന്റെ വാർത്ത ഇന്ന് വന്നു, നമ്മൾ നാളെ എഴുതുന്നത് ഇന്ന് വന്നതുകൊണ്ടാണോ? അല്ല, വർഷങ്ങളായിട്ട് 10 വർഷത്തിന് മുകളിലായിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ എന്താണ്, അത് ഭയങ്കര വാം ടോപ്പിക്കാണ്. എല്ലാ വട്ടവും ചോദിക്കും, എപ്പോ വേണമെങ്കിലും അത് ഹോട്ടാവാം, എപ്പോ വേണമെങ്കിലും അത് ചോദിക്കാം. സോ അങ്ങനെയുള്ള കുറെ വാം ഏരിയാസ് ഉണ്ട്, ചോദ്യത്തിലേക്ക് വരാൻ സാധ്യതയുള്ള വാം ഏരിയാസ് ഉണ്ട്. അത് മേ ബി ഒരു 10 വർഷത്തെ ഒരു സ്പാനിലായിരിക്കും ഈ വാംത്ത് ഉള്ളത്. ഈ വാംത്തുള്ള സംഗതികൾ അവിടെ കിടപ്പുണ്ടാവും. സോ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനീ പറയുന്നത് ഈ ഒരു എക്സാമിനെ പറ്റി മാത്രമല്ല, UPSCയുടെ ഒരു രീതി അതാണ്, കാലങ്ങളായിട്ടുള്ള രീതി അതാണ്. 5-6 വർഷം മുമ്പ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഈ വർഷവും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവാം. സോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് കണ്ട കണ്ടന്റ്സ് അടക്കം ഈ വട്ടം ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അമൂർ ഫാൽക്കൺ ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഞാൻ മൈഗ്രേഷനെ പറ്റി പറയുന്ന സമയത്ത്, എൻവയോൺമെന്റ് സെഷനിൽ മൈഗ്രേഷനെ പറ്റി പറയുന്ന സമയത്ത് അമൂർ ഫാൽക്കൺ അങ്ങ് സൈബീരിയയിൽ നിന്ന് പറന്നു വന്ന് നാഗാലാൻഡിൽ വിശ്രമിക്കുകയും പിന്നെ അതിനുശേഷം കർണാടകത്തിൽ വിശ്രമിക്കുകയും അവിടുന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് ട്രാവൽ ചെയ്യുന്ന മൈഗ്രേറ്ററി റൂട്ടിനെ പറ്റിയും കൂട്ടത്തിൽ ബോൺ കൺവെൻഷനെ പറ്റിയും അവരിടയ്ക്ക് വൾണറബിൾ ആയതിനു ശേഷം പിന്നെ രക്ഷപ്പെട്ടു വന്ന കഥയും ഒക്കെ പറയാറുണ്ട്. സോ 2016 മുതൽ അമൂർ ഫാൽക്കൺ ഞാൻ വാർത്തയിലുണ്ട് കാണുന്നതാണ്. അതെ. സോ ബേസിക്കലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UPSC ചോദിക്കാം. എപ്പോ ചോദിക്കുന്നുള്ളത് നമുക്കറിയില്ല. മേ ബി ഇപ്പൊ പഠിക്കുന്ന സാധനം മേ ബി 3 years ആഫ്റ്റർ ചോദിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. സോ ഒരു കണ്ടംപററി അവയർനെസ് ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് അറൌണ്ട് us എന്നുള്ളതാണ് മോർ. പക്ഷെ അപ്പൊ കുട്ടികൾ ചിലപ്പോൾ വിചാരിക്കും ഇപ്പൊ 10 കൊല്ലത്തെ പത്രം വായിക്കണം, 10 കൊല്ലത്തെ കറണ്ട് അഫയേഴ്സ് വായിക്കണം എന്നുള്ളൊരു ചിന്ത കുട്ടികൾക്ക് വരും. അതെ. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. അല്ല, അത് ശരിയാണ്. അതിനൊരു ശരിക്കും നമ്മളൊരു ഫൈൻ ബാലൻസ് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോ 10 വർഷത്തെ വായിക്കണ്ട, നമ്മൾ എല്ലാവരും പറയുന്ന 1 വർഷത്തെ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് പത്രം വായിച്ചാൽ മതി. പത്രം വായിച്ചു 1 വർഷത്തെ ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇന്നലത്തെ ഡിസ്കഷനിലും നമ്മൾ പറഞ്ഞിരുന്നു, അതായത് 14,000 ആസ്പിറൻസ് എടുക്കണമല്ലോ. നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയല്ല കയറുന്നത്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഇത് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ. സോ ഇതിനകത്ത് ഒറ്റ സാധനമേ ഉള്ളൂ, വി നീഡ് ടു ബി കോമ്പീറ്റന്റ് ഇനഫ്. സോ ആ കോമ്പീറ്റൻസി എങ്ങനെ അറ്റൈൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിന് സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് ആൻഡ് വർക്ക് ഇൻ ദി റൈറ്റ് ഡയറക്ഷൻ ചെയ്താൽ അത് കിട്ടും. അപ്പോ ഇപ്പൊ ഒരു മെജോറിറ്റി ഓഫ് ദി ആസ്പിറൻസും ഇപ്പൊ ഒരു പ്രിലിംസ് പാസ്സാക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പൊ ചില ആളുകള് ഇപ്പൊ ഒരു കൈൻഡ് ഓഫ് ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ ആയിരിക്കാം. ഇനി എന്ത് ചെയ്യും, ഇനി അടുത്ത വർഷം പഠിക്കണോ, അങ്ങനെയുള്ള ചിന്തിക്കുന്ന കുറെ ആസ്പിറൻസ് ഉണ്ടാവാം. അപ്പോ ഇനി ഈ ആസ്പിറൻസ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഓക്കെ, അത് സാറ് നോക്കി, നമുക്ക് ഒരു PCM ബാച്ച് പഠിക്കുന്ന കുട്ടി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അയാൾ ടെസ്റ്റ് സീരീസ് എഴുതുന്നുണ്ടാവും. ഫസ്റ്റ് എക്സാമിനേക്കാൾ ബെറ്റർ മാർക്ക് ആയിരിക്കും പിന്നത്തെ എക്സാമിന് കിട്ടുക. അങ്ങനെ ഒരു 80, 90, 100s ഒക്കെ മേടിച്ച കുട്ടികളടക്കം ഇപ്പോഴത്തെ എക്സാമിലേക്ക് വന്ന് ഒറിജിനൽ എക്സാമിനേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപക്ഷെ കിട്ടുന്നത് ഒരു 80 കിട്ടുന്ന കുട്ടികളുണ്ടാവാം, അവരെന്തായാലും ക്വാളിഫൈ ചെയ്യും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 30-40 റേഞ്ചിൽ മാർക്ക് വന്ന കുട്ടികളും 60 റേഞ്ചിൽ മാർക്ക് വന്ന കുട്ടികളും ഉണ്ടാവാം. ഇതിൽ സീരിയസ് ആസ്പിറൻസ് കൂടുതലും വരാമെന്ന ഒരു 40-60 റേഞ്ചിലാണ്. 40 മുതൽ 60 മാർക്സ് വരെയാണ് റേഞ്ചില്ല. ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ ഡിപ്രസ്ഡ് ആവുന്നത്. കുറെയൊക്കെ ഇവര് മാത്രമല്ല, റിപ്പീറ്റേഴ്സും ഉണ്ടാവും. ഒരു വർഷം പിന്നെയും എഫേർട്ട് ഇട്ട് പഠിച്ചിട്ട് സ്റ്റിൽ 60 വന്ന പിള്ളേരും ഉണ്ടാവും. അവര് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇവരോടൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മെന്റേഴ്സ് എന്ന നിലയ്ക്ക് നമ്മൾ അവരോട് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് അറ്റംപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പൊ 40 മുതൽ 60 മാർക്ക് മേടിച്ചിട്ടാണ് നെക്സ്റ്റ് അറ്റംപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ഹൈ ചാൻസ് ആണ് അത് ക്വാളിഫൈ ചെയ്യാൻ. നമ്മൾ അതിനടുത്തിരിക്കുക. അതായത് നമ്മൾ ഒന്നും ഇല്ലാത്ത ശൂന്യതയിൽ നിന്ന്, സീറോയിൽ നിന്ന് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടൊരു പേപ്പറിന് 60 മാർക്ക് മേടിക്കാൻ പാകത്തിന് നമ്മൾ വളർന്നു, അല്ലെങ്കിൽ 40 മാർക്ക് മേടിക്കാൻ പാകത്തിന് നമ്മൾ വളർന്നു. എവിടെന്നാണ് വളർന്നത്? ഫ്രം സീറോ. സോ ആ ഒരു ഗ്രോത്ത് ഇല്ലേ, നമ്മൾ അതിനെ വാല്യൂ ചെയ്യണം. അത് നമ്മുടെ കഴിവല്ലേ.
നമ്മൾ 60 മാർക്ക് നേടി എന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് എക്സാമിനേഷൻ ഇട്ടിട്ട് അതിലൊരു 40-60 മാർക്ക് മേടിച്ചതിന് വാല്യൂ ഇല്ലേ? അത് വാല്യൂ ഉണ്ട്. സോ ആ വാല്യൂ തിരിച്ചറിഞ്ഞ കുട്ടികൾ എംപവേർഡ് ആവുകയും അതിൽ നിന്ന് അടുത്തൊരു എക്സാമിലേക്ക് പോവുകയാണ് വേണ്ടത്. സോ ഞാൻ പറയുന്ന കാര്യം ഇതാ, ഈ ഇത്തവണ 60 മാർക്ക് കിട്ടിയ ഒരാളായിരിക്കും അടുത്ത വർഷത്തെ ഒരു ടോപ്പ് റാങ്കർ. ഇത്തവണ 40 മാർക്ക് മേടിച്ച ആളായിരിക്കും ഒരുപക്ഷെ അടുത്ത വർഷത്തെ ടോപ്പ് റാങ്കർ. 100-നകത്തോ 10-നകത്തോ ഒന്നാമത്തെ റാങ്ക് വേണേലും വരാം. ഇതൊക്കെ ഇതിനകത്ത് ഈ ജേർണിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, നാച്ചുറലി കാണേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഇതിനെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ടർമോയിലൂടെ പോകാതെ ലോങ് സൈറ്റഡ് ആയിട്ട് ഇതിനെ കണ്ടാൽ അവർക്ക് കുട്ടികൾക്ക് ഇത് അതിനുള്ള മെച്യൂരിറ്റി കുട്ടികൾ കാണിക്കണം. ഇപ്പോൾ 60 മാർക്ക് മേടിച്ചതോ 40 മാർക്ക് മേടിച്ചതോ കുറവായിട്ട് കാണാതെ അവന്റെ ഒരു വിജയമായിട്ട് തന്നെ കാണുകയും അതിനെ മെച്ചപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് വർക്ക് ചെയ്യുകയും ചെയ്യണം. അവിടെ ഒരു ഇന്റർവെൻഷൻ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ സമയത്ത് നടത്തേണ്ട ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് പ്രിലിംസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഈ സമയം ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഫെയിലിയർ ഓർ ദി വിക്ടറി ദേ ഹാഡ്, ദേ ഷുഡ് ബി പ്രിപ്പയറിംഗ് ഫോർ മെയിൻസ്. മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ്, മെയിൻസിന്റെ കണ്ടന്റ്, മെയിൻസിന്റെ നോട്ട് മേക്കിംഗ്, അങ്ങനെ ഒരു പ്രോസസ് ഉണ്ടല്ലോ. സോ അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഓവറോൾ നോളജ് കൂടും. ഓവറോൾ നോളജ് കൂടിയാൽ സ്വാഭാവികമായും പ്രിലിംസ് പരീക്ഷ എളുപ്പമായി മാറും. നമ്മൾ പ്രിലിംസേ എന്ന് വിചാരിച്ച് പോകണ്ടല്ലോ. അതെ. അപ്പോ ഈ മെയിൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പല ആസ്പിറൻസിനുള്ള ഒരു ഡൗട്ടാണ്, ശരിക്കും എങ്ങനെയാണ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്? പല ആളുകൾക്ക് അതിന്റെ ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. ചില ആളുകളൊക്കെ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് ദ ആസ്പിറൻസും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആസ്പിറൻസ് പലപ്പോഴും മെയിൻസിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു മെറ്റീരിയൽസ്, ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഏതെങ്കിലും മെറ്റീരിയൽസ് എടുക്കുക, അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക, വേണമെങ്കിൽ ആൻസർ റൈറ്റിംഗ് ചെയ്തു പോവുക. അതൊക്കെയാണ് ബേസിക് ആയിട്ട് അവർ ചെയ്യുന്ന കാര്യം. ശരിക്കും ഒരു മെയിൻസ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം മതി. മെയിൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് മെയിൻസ് ക്വസ്റ്റ്യൻസ് ബീങ് ആസ്ക്ഡ്, അതാണ് ആദ്യം വേണ്ടത്. സോ സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല. അവർക്കൊരു മെറ്റീരിയൽ മാത്രം പഠിച്ചത് കൊണ്ട് മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ പറയുന്ന എല്ലാവരും ക്വാളിഫൈ ചെയ്യും, അല്ലെ? സോ മെയിൻസ് ഇസ് എ വെരി എന്താണ്, ഒരു ഹോളിസ്റ്റിക് സാധനമാണ്. ഒത്തിരി വലിയൊരു ക്യാൻവാസിലുള്ള സാധനമാണ്. അതിൽ UPSCക്ക് ചോദിക്കേണ്ട പല ചോദ്യങ്ങളുണ്ട്. ഭാഗ്യവശാൽ പലപ്പോഴും ഒരു 70-80% ഓഫ് ദി ക്വസ്റ്റ്യൻസും തീംസും റിപ്പീറ്റഡ് ആണ്. അപ്പോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്, ആസ് മെന്റേഴ്സ് നമ്മൾ കുട്ടികളോട് പറയുന്ന കാര്യം എന്താ, കൃത്യമായിട്ട് എക്സാമിനെ മനസ്സിലാക്കുക, മെയിൻസ് പരീക്ഷയെ മനസ്സിലാക്കുക. അത് GS 1, 2, 3, 4 essay, പിന്നെ അടുത്തുള്ള ഓപ്ഷണൽ പേപ്പർ കൃത്യമായി മനസ്സിലാക്കുക. എങ്ങനെ സിലബസ് കൃത്യമായി അറിഞ്ഞിരിക്കുക. 2, PYQs, ഒരു 10 to 15 ഇയേഴ്സിന്റെ PYQs എടുക്കുക. ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് ആദ്യം മനസ്സിലാക്കുക. ഇതാണ് ബേസിക് സാധനം. അത് എപ്പോഴും ഇങ്ങനെയല്ലേ, നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുകയാണ്. ഒരു യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായി നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തായിരിക്കും? ശത്രുവിനെ പറ്റി, ശത്രുവിന്റെ ആയുധബലം, ശത്രുവിന്റെ സ്ഥിരം അടവുകൾ എന്തൊക്കെയാണ്, അല്ലേ? യുദ്ധത്തിലാണെങ്കിൽ അതല്ലേ ചെയ്യുക. ശത്രു സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? അപ്പൊ പ്രശ്നമുണ്ട്, അടവ് മാറ്റിയാലോ, ശത്രു അടവ് മാറ്റിയാലോ എന്ന് ചിന്തിക്കും. ഇപ്പൊ പ്രിലിംസിന് അടവ് മാറ്റിയല്ലോ, കൃത്യമായിട്ടും മെയിൻസിനും അടവ് മാറ്റാം, മെയിൻസിനും അടവ് മാറ്റാം. പക്ഷെ അപ്പോഴും മനസ്സിലാക്കിക്കോ, അടവുകളെല്ലാം അറിയുന്ന ഒരാൾക്ക് അത് പ്രോബ്ലം ആയിരിക്കില്ല. അല്ലെങ്കിൽ പക്ഷെ UPSCയുടെ കേസിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അവൻ ഇടാൻ പോകുന്ന അടവ് എന്തായിരിക്കും അവനൊരു ഹിന്റ് തരും. ഇപ്പൊ പ്രിലിംസിന്റെ ഇത്തവണ വന്നിട്ടുള്ള എസ്പെഷ്യലി ലോങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പാറ്റേൺ ചേഞ്ചിൽ വന്ന ക്വസ്റ്റ്യൻസും ഒക്കെ കഴിഞ്ഞ EPFO എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിഡന്റ് ആയിരുന്നു. ആ പാറ്റേൺ അവർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സോ യു കുഡ് ഹാവ് എക്സ്പെക്ടഡ് ദാറ്റ് ടു കം ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രിലിംസ്. അതേപോലെ UPSCയുടെ മെയിൻസിന്റെ എക്സാം ആണെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിലെ PYQസും അതിന്റെ ട്രെൻഡ്സും ഒക്കെ മനസ്സിലാക്കിയാൽ ഇനിയും ഇതേ ടോപ്പിക്സിൽ നിന്ന്, അതായത് സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് എന്തായിരിക്കാൻ ചോദിക്കാൻ സാധ്യത, ബേസ്ഡ് ഓൺ കണ്ടംപററി അഫയേഴ്സ് എന്തായിരിക്കും ചോദിക്കാൻ സാധ്യത എന്ന് പ്രോപ്പറായിട്ട് ചാർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിനാണ് ഈ പ്രിപ്പറേഷൻ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് എന്റെ ഒരു 100% കറക്റ്റ് ആണ് സാർ. അതുപോലെ സാറ് പറഞ്ഞല്ലോ, നമ്മള് PYQസിനെ അപ്പൊ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഈ PYQs എന്ന് പറയുന്നതുമായി ടൈഡ് തന്നെയാണ് ഈ പറയുന്ന വരാമെന്ന ചോദ്യങ്ങളും. എന്തൊക്കെ സംഭവിച്ചാലും സാർ ഈ പ്രിലിംസ് നോക്കൂ, ഈ പ്രിലിംസിന് നമ്മൾ കാണുന്ന ലെങ്ത് കൂടിയ ചോദ്യങ്ങളും അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ആരും അധികം വെഞ്ചർ ചെയ്തിട്ടില്ലാത്ത ടോപ്പിക്സും ഉണ്ടല്ലോ എക്സാമിന്റെ ടോപ്പിക്സിൽ ഇത്തവണ വന്നത്. അതൊന്നും നമ്മൾ എഴുതിയില്ലെങ്കിൽ പോലും there are other many questions, more than 60 to 70, around 70 questions which had linkages to like previous year questions. Yes. ഈ പറയുന്ന ഹുലോ ഗിബൺ ആണെങ്കിലും അമൂർ ഫാൽക്കണ്ടായി ആണെങ്കിലും അതല്ല മറ്റ് പല ചോദ്യങ്ങളും ഇതുപോലുള്ള ലിങ്കേജസ് ഉള്ളതാണ്. സിമിലർലി മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെയും ലിങ്കേജസ് ഉണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാറ്റേൺ ചേഞ്ച് ഉണ്ടായാലും അല്ലെങ്കിൽ ചോദ്യത്തിന്റെ രീതിയൊക്കെ മാറിയാലും
അൾട്ടിമേറ്റ്ലി നമ്മളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നോളജ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പർട്ടിക്കുലർ എക്സാമിനേഷൻ, ഇതിന്റെ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യുന്ന നോളജ്. സോ അതിനുള്ള സോഴ്സസ് സ്റ്റിൽ സിലബസും PYQs തന്നെയാണ്. നമ്മൾ അത് തന്നെയാണ് ഇനിയും എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പഠിക്കേണ്ടത്. ആൻഡ് നമ്മൾ കുറച്ചും കൂടി ജനറലിസ്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ കൺസെപ്റ്റുകളും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും കുറച്ചും കൂടി ഡെപ്തിൽ അറിഞ്ഞിരിക്കുക. കാരണം കോമ്പറ്റീഷൻ ഡേ ബൈ ഡേ കൂടുകയാണ്, AI-യുടെ ഇൻഫ്ലുവൻസ് കൂടുന്നുണ്ട്, റിസോഴ്സസ് ആർ നോട്ട് സ്കേഴ്സ്, ഇറ്റ്സ് അവൈലബിൾ ഈസിലി. സോ നമ്മൾ ഇനി കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. കൂടുതൽ പഠിച്ചു വെക്കുന്നതിലും കാര്യമില്ല, അതിനെ എഴുതി പിടിപ്പിക്കുന്നതിലാ കാര്യം. സോ നോളജിന്റെ ഒരു ഗ്യാതറിങ്ങും അലോങ് വിത്ത് ഹൗ ടു അപ്ലൈ ദാറ്റ് ഇൻ ദി എക്സാമിനേഷൻ, നമ്മൾ മാക്സിമം കണ്ടന്റ് സക്സിൻക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ച് മിനിമം വേർഡ്സിൽ എഴുതി കണ്ടന്റ് നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കായിരിക്കും എഡ്ജ് ഉണ്ടാവുക മീൻസിനെ. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡിഫിക്കൽട്ടി, അഗെയിൻ ഈ പറയുന്ന 14,000 പേര് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസിന്, അതിൽ നിന്ന് അടുത്ത് പോകുന്ന 2,000-2,500 പേര് ഇതുപോലെ എന്തായാലും ക്വാളിഫൈ ചെയ്താലേ പറ്റുള്ളൂ. സോ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഡിഫിക്കൽട്ടി അതിലും 2,500 പേര് ഉണ്ടാകും. സോ അതിൽ നമ്മൾ എത്താമെങ്കിൽ ഈ പറയുന്ന അടുത്ത വരുന്ന 3 മാസം, അതിപ്പോ ഇത്തവണ ക്വാളിഫൈ ചെയ്യുന്ന ആളാണെങ്കിലും ക്വാളിഫൈ ചെയ്യാത്ത ആളാണെങ്കിലും വിഷമമൊക്കെ മാറ്റി ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷനെ കാണുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്യുക, കണ്ടന്റ് പഠിക്കുക, ബേസിക് ഫാക്ട്സ് പഠിക്കുക, ബേസിക് കണ്ടന്റ് പഠിക്കുക, റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഇനി എസ്സേ, എത്തിക്സ് നമ്മൾ പലപ്പോഴും കണ്ണടയ്ക്കുന്ന സബ്ജക്റ്റുകളാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. എസ്സേ, എത്തിക്സും സോ ക്രൂഷ്യൽ. ഇപ്പൊ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് എസ്സേയുടെ മാർക്ക് കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ആൾക്കാർക്ക്. സോ അത് തിരിച്ചു കയറി വരണം. അതിനായിട്ട് നമ്മൾ അതിനുവേണ്ടി എഫർട്ട് ഇട്ടേ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ളൊരു സാധനമാണ് ഉള്ളത്. സാധാരണ ആളുകള് ലാസ്റ്റത്തേക്ക് വെക്കുന്ന അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വെക്കുന്ന 2 സബ്ജക്ട്സ് ആണ് എസ്സേയും എത്തിക്സും. ആൻഡ് ആ മാർക്കുകളാണ്, ആ 2 സബ്ജക്ട്സുമാണ് മിക്കപ്പോഴും ആളുകളുടെ റിസൾട്ടിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 സബ്ജക്ട്സ് ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അതെ അതെ സാർ ഈ ഓപ്ഷണൽ ഉണ്ടല്ലോ, സോഷ്യോളജി, മലയാളം ലിറ്ററേച്ചർ, ആന്ത്രോപോളജി, അങ്ങനെയുള്ള ഓപ്ഷണലുകൾ ഇപ്പോൾ പോപ്പുലർ, PSIR. സോ ആ ഓപ്ഷണലിന്റെ പ്രിപ്പറേഷനെ പറ്റി എന്താ സാറിന്റെ ടേക്ക്? അത് വാട്ട് ഡു എക്സ്പെക്ട് ദിസ് ഇയർ മെയിൻസിനെ? ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ ഓപ്ഷണലിന്റെ സബ്ജക്ട് ഒരു ചേഞ്ച് മീൻസ് ബേസ്ഡ് ഓൺ PY. നമ്മളിപ്പോ GS ചെയ്യുന്ന കാര്യം തന്നെയാണ് നമുക്ക് ഓപ്ഷനിലും ചെയ്യാനുള്ളത്. അതായത് PYQസിനും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. ഒരു കഴിഞ്ഞൊരു 10-15 ഇയേഴ്സിന്റെ PYQs എടുക്കുക. നമുക്ക് ആ PYQs ഓരോന്നും അനലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് ഒരു പാറ്റേൺ ഉണ്ട്. മീൻസ് നോട്ട് ഓൺ ദ വേ ദ ക്വസ്റ്റ്യൻ ആസ്, ബട്ട് ഹൗ ദ ടോപ്പിക്സ് കം അപ്പ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് UPSC സ്ഥിരം ചോദിക്കുന്നത്, ആ ടോപ്പിക്സ് എങ്ങനെയൊക്കെ ചോദിക്കാം ബേസ്ഡ് ഓൺ കണ്ടംപററി അഫയേഴ്സ്, ഇതും പ്രോപ്പർ ആയിട്ട് ഓപ്ഷനിൽ ചാർട്ട് ഔട്ട് ചെയ്യാൻ പറ്റണം ഒരു ആസ്പിരന്റിന്. മാത്രമല്ല ഇപ്പൊ ഓപ്ഷനിലും കൂടെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ്. നമുക്ക് ഇനി ഒരു 3-4-5 മാസം മാക്സിമം, ആ 5 മാസം കൊണ്ട് ഓപ്ഷണൽ പ്രോപ്പർ ആയിട്ട് പഠിക്കുക, സ്വന്തമായിട്ട് ഓപ്ഷനിൽ ഒരു നോട്ട് ഉണ്ടാവുക, മറ്റുള്ളവരുടെ നോട്ട്സിനെ മാത്രം ആശ്രയിക്കാതെ അത് ഉപയോഗിക്കണം നമ്മൾ. ഓഫ്കോഴ്സ് നമുക്ക് AI ഉപയോഗിക്കാം, മറ്റ് മെറ്റീരിയൽസ് ഉപയോഗിക്കാം, ഇതൊക്കെ വേണം. എങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു നോട്ടും വേണം. അപ്പൊ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്, നമുക്ക് ഓപ്ഷണൽ പ്രിപ്പയർ ചെയ്യുമ്പോഴും GS പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു സാധനം ആൻഡ് ദാറ്റ് വിൽ ഫെച്ച് യു മാർക്സ് ഇൻ മെയിൻസ്. കറക്റ്റ് ആണ്. അപ്പോൾ SAക്ക് അല്ലെങ്കിൽ എത്തിക്സിന് ഇതേപോലെ ഒരു സാധനമുണ്ട്. നമ്മൾ SAക്ക് ആരും നോട്ടൊന്നും എഴുതുന്നതായിട്ട് എനിക്ക് അറിയില്ല. പക്ഷേ SA നമ്മൾ കഴിഞ്ഞൊരു 10-15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ ചോദിക്കുന്ന ഒരു 6 തീംസ് ഉണ്ട്. 6 തീംസ്. വിമൻ എംപവർമെന്റ് പോലെ, മാൻ ആൻഡ് സൊസൈറ്റി പോലെ, അതുപോലുള്ള മറ്റ് 4 തീമുകൾ കൂടിയുണ്ട്. എല്ലാം കൂടി 6 തീംസ് ആണ് ഉള്ളത് എനിക്ക്. സോ ഈ 6 തീമുകളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയാൽ അതിൽ നിന്ന് എന്തായാലും 2 ക്വസ്റ്റ്യൻ ഹിറ്റ് ചെയ്യാം. സോ 6 തീംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? അതിനുള്ള കണ്ടന്റ് വേണം, അതിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് കളക്ട് ചെയ്യണം, അനക്ഡോട്ട്സ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യണം, അങ്ങനെയുള്ള കേസ് സ്റ്റഡീസ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യണം. സോ ഇതൊക്കെ ഹോംവർക്ക് ആണല്ലോ. സോ ഇതെല്ലാം നമ്മൾ ഒരു നോട്ട്ബുക്കിലാക്കി വെക്കേണ്ടതുണ്ട്. എത്തിക്സിനും അതുപോലെ തന്നെയാണ്. കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യണം, നോട്ട് ഉണ്ടാക്കണം, നമ്മുടേതായ നോട്ട് ഉണ്ടാക്കണം. എത്തിക്സിന് SAക്ക് മാത്രമല്ല, സാർ പറഞ്ഞ പോലെ GS 1, 2, 3 ഇത് ചെയ്യണം. അതാണ് അതിന്റെ ഒരു ടേക്ക്. സോ നമുക്കിത് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് ഇപ്പോ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? വാട്ട് ഡു യു തിങ്ക്? എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ വിഷമിച്ചിരിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും, നമുക്കറിയാം. പക്ഷെ ഇമോഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കാതെ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കണം. ഇപ്പോൾ 2, 3, 4 അറ്റംപ്റ്റ് ഒക്കെ കൊടുത്ത ആസ്പിരൻസ് ഉണ്ടായിരിക്കും. അവർ ഇതിനു വേണ്ടി തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സോ അല്ലെങ്കിൽ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഒക്കെ കൊടുത്ത ആളുകൾക്ക് ഒരിക്കൽ കൂടി ഇതിനു വേണ്ടിയിട്ടൊരു ഹാർഡ് കോർ പ്രിപ്പറേഷൻ കൊടുക്കാനുള്ള ഒരു ടൈം ഉണ്ട്. ഇപ്പോ മറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക്, ഫാമിലിയിൽ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കും അങ്ങനെ പല പ്രശ്നങ്ങളുള്ള റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. 4 to 5 years ഇതിന്റെ പുറകിൽ സ്പെൻഡ് ചെയ്ത ആളുകളുണ്ട്. അവർ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് അവരുടെ പ്രിപ്പറേഷനിൽ വന്നിട്ടുള്ള
പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയും അത് റെക്ടിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം അവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ബാക്കപ്പ് പ്ലാൻ എന്ന രീതിയിൽ മറ്റ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് SSC, PSC അങ്ങനെ പല എക്സാംസും ഉണ്ട്. പല സ്റ്റുഡൻസും അത് ചെയ്യാറുണ്ട്. അതുപോലെ കറക്റ്റ് സാർ, അതായത് ഇപ്പൊ സെയിൽസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് മറ്റ് എക്സാമിനേഷൻസ് റിലേറ്റീവ്ലി ഈസിയർ ആണ്. അതെ, SSC ആണെങ്കിലും PSCയുടെ മറ്റ് പരീക്ഷകളാണെങ്കിലും കുറച്ചും കൂടി ഈസിലി ആക്സസിബിൾ ആണ്. EPF ആണെങ്കിലും CAPF ആണെങ്കിലും ഈസിലി ആക്സസിബിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, സാറ് പറഞ്ഞത് തന്നെ, നമ്മള് ഒരു 1, 2, 3 അറ്റംപ്റ്റ്സ് അല്ലെങ്കിൽ ഒരു 4th അറ്റംപ്റ്റ് വരെയൊക്കെ ആയ ഒരാളാണെങ്കിൽ ദേ ക്യാൻ ഹാവ് എ പ്ലാൻ ബി. കാര്യം ഇത് മാത്രമല്ലല്ലോ ലൈഫ്, there are other plans. But I am not demotivating other people who are actually interested in pursuing their preparation. 5, 6, 9 വർഷം പ്രിപ്പയർ ചെയ്യുന്ന അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ദേ ക്യാൻ ഡു ദാറ്റ്. പക്ഷെ നമുക്ക് സെറ്റിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ഫാമിലീസിലുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ഒരു പ്ലാൻ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 4th അറ്റംപ്റ്റ് ദേ ക്യാൻ ടേക്ക് എ ബ്രേക്ക്, ഓർ ബ്രേക്ക് ഇൻ ദ സെൻസ് അതിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ളതല്ല. ദേ ക്യാൻ മേ ബി പ്രിപ്പയർ ഫോർ സംതിങ് എൽസ്, സം അതർ എക്സാമിനേഷൻ, get into the service or get into some job, and then maybe again restart their preparation for civil service examination. They can do that. So they will be placed in a better position financially, അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ അവർ കുറച്ചും കൂടി ബെറ്റർ ആകും. ആ സമയത്ത് വീട്ടിലൊക്കെ അവർക്ക് ഒരു സേ ഉണ്ടാവും. സോ അവർക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. യെസ്, കാരണം ഇപ്പൊ ഈ UPSC പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ പലപ്പോഴും പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ UPSC ആസ്പിറൻസിന്റെ ഇടയിൽ തന്നെയുള്ള ഒരു ടോക്കാണ്. അതായത് I have wasted my 6 years or 9 years. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട്, ഒരു പെൺകുട്ടിയുടെ വീഡിയോ. ലൈക്ക് പുള്ളിക്കാരത്തിക്ക് ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ അതിന് ഏകദേശം 72,000 വ്യൂസ് ഉണ്ട് യൂട്യൂബില്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഇട്ടേക്കുന്ന കണ്ടന്റ് ഇതാണ്, അതായത് I have wasted my 6 years എന്റെ പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. സോ പുള്ളിക്കാരിക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. 6 വർഷത്തിലെ സ്ട്രഗിൾസ് ഉണ്ട്, എഫർട്ട് ഇട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് ഞാൻ കാണുന്ന കാര്യം എന്താണെന്നറിയോ, I don't think that's a waste. It's never a waste. It is never a waste because most of the candidates who couldn't get into the interview list or the rank list, they might find some other job. At least ഒരു മിനിമം ക്വാളിറ്റി ഉള്ള ഒരു ജോലി അവർക്ക് കിട്ടും. 1, 2 അവർ വെൽ എക്യുപ്ഡ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദി നോളജ്. അവർക്ക് എന്തെങ്കിലും രീതിയിൽ പേഴ്സ് ചെയ്യാൻ പറ്റും മറ്റു പല കാര്യങ്ങളും. സോ പല ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. സോ ഇറ്റ് ഇസ് നെവർ എ വേസ്റ്റ്. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. സോ ഇറ്റ് ഇസ് ഓൾവേസ് ദെയർ. പക്ഷെ നമുക്ക് പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സാധനം ടാർഗറ്റഡ് ആവണം, അത് കിട്ടാൻ വേണ്ടിയുള്ളതാവണം. ഫെയിലുവേഴ്സിനെ പറ്റി ആലോചിച്ചാൽ നമ്മൾ തന്നെ ഡീമോട്ടിവേറ്റഡ് ആവും. പക്ഷെ നമ്മളത് പോസിറ്റീവായിട്ട് തന്നെ കണ്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ പറയുന്നത്, ഇഫ് UPSC ഹിറ്റ്സ് യു, ഹിറ്റ് ബാക്ക് ഹാർഡർ. അതാണ്, ഇഫ് UPSC is going to hit you, hit back harder. സോ നമ്മളൊരു വില്ലിന്റെ മുമ്പിൽ, ഒരു കള്ളന്റെ മുമ്പിൽ വന്ന് പെട്ടു, അവൻ നമ്മളെ ഇടിച്ച് പമ്പര വെക്കാൻ നോക്കി. സോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഒന്നിൽ ഓടി ഒളിക്കാം. അതല്ല, ഓടി ഒളിക്കണം, ജീവിതം രക്ഷപ്പെടില്ല എന്നല്ല, ഓടി ഒളിക്കണം, അത് വേറെ കാര്യം. അതല്ല, നമുക്ക് പറ്റും ഫൈറ്റ് ചെയ്യാനൊരു തോന്നലുണ്ടെങ്കിൽ ഫാസ്റ്റ് അറ്റാക്ക് ആണ്, അടിച്ച് നിലംപരിശാക്കിയിട്ട് ഓടുക എന്നുള്ളതാണ് അല്ലേ. സോ ഇഫ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഹിറ്റ് ഹിം ബെറ്റർ ഓർ ഹിറ്റ് ഹിം ഹാർഡർ, ഹിറ്റ് UPSC ഹാർഡർ ബാക്ക്. അതെങ്ങനെയാ? നമ്മൾ വർക്ക് ചെയ്ത് UPSCയേക്കാൾ വലുതായി ചോദ്യങ്ങൾ ഹിറ്റ് ചെയ്യുന്നുള്ളതാണ്. ദാറ്റ് കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് സ്പെസിഫിക്കലി ഇത്തവണ ഞാൻ പറഞ്ഞ പോലെ ഒരു 30, 40, 50 മാർക്ക് മേടിച്ചിരിക്കുന്ന ആൾക്കാർ, റിപ്പീറ്റർ ആണെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റർ ആണെങ്കിലും, അവർ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് അടുത്തൊരു അറ്റംപ്റ്റിൽ എന്താകുന്നത് ടോപ്പേഴ്സ് ആയിട്ട് മാറുന്നത്. എത്ര ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ടല്ലോ. എല്ലാ വർഷവും 1000-ഓളം കുട്ടികൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് വളരെ കുറവാണ്. എല്ലാ വർഷവും ഒത്തിരി ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല. ബാക്കിയൊക്കെ ഇതുപോലുള്ള സ്ട്രഗിൾസിലൂടെ കയറി വന്ന ആൾക്കാർ തന്നെയാണല്ലോ. അപ്പോൾ ഫെയിലിയർ ആയ ആൾക്കാരുണ്ട്. അത് ഫെയിലിയർ അല്ല, ഇറ്റ്സ് നോട്ട് റോങ് ടേം. ഈ എക്സാം ക്വാളിഫൈ ചെയ്യാതെ വേറെ രീതിയിലേക്ക്, വേറെ ആസ്പിറേഷൻസിലേക്ക് പോയ ആൾക്കാർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതാണ്, ഒരിക്കലും തന്നെ നെഗറ്റീവായിട്ട് കാണണ്ട, വളരെ പോസിറ്റീവായിട്ട് കാണുക. മെയിൻസിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി ചെയ്യേണ്ട കാര്യം. സോ പാരന്റ്സും കൂടി അക്കോമഡേറ്റീവ് ആകുക, കുട്ടികൾ കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പാരന്റ്സുമായിട്ട്. ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു ആകത്തുക എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. യെസ്.